നിങ്ങൾ മനസ്സിൽ ഒരു സ്ഥാനം കൊടുത്തവർ തന്നെ നിങ്ങൾക്ക് ഒരു വിലയും തരാതെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. ഒന്നാമത്തെ കാരണം, അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ കഴിവ് എന്താണെന്ന്. രണ്ടാമത്തെ കാരണം, അവരുടെ നിയന്ത്രണത്തിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നതുകൊണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് മറ്റുള്ളവർ പറയുന്ന പരിഹാസ വാക്കുകൾ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനസ്സിലാക്കിയിരിക്കുക, അവർ കരുതുന്നതും പറയുന്നതുമായ വ്യക്തിയല്ല നിങ്ങൾ എന്ന്. പകരം നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും നിങ്ങൾ ആരാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കാനും നിങ്ങളാൽ കഴിയാവുന്ന ഒരു കാര്യം നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരാളെ ബോധിപ്പിക്കണമെന്നുമില്ല. ഏത് പരിഹാസത്തിലും തോൽവിയിലും തൻ്റെ കഴിവ് തെളിയിക്കാൻ, വിജയിക്കാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എത്ര തോറ്റാലും തൻ്റെ വിജയം കണ്ടേ പിന്മാറുകയുള്ളൂ. മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായാലും ആ ജോലിയും മികച്ചതായി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കാനായി മറ്റെന്തെങ്കിലും കൂടി ചെയ്യുക. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതും അറിവുള്ളതും ആയിരിക്കണം. ഒരിക്കലും ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ആകരുത്. നിങ്ങൾക്ക് നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ളതാകണം അത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വിജയം നേടിയെങ്കിൽ മാത്രമേ അടുപ്പമുള്ളവർ പോലും നിങ്ങളെ അംഗീകരിക്കുകയുള്ളൂ എന്നതാണ് മറ്റൊരു സത്യം. അതുപോലെ തന്നെ കണ്ണടച്ച് തുറക്കുമ്പോൾ വിജയത്തിൽ എത്തി നിൽക്കണമെന്ന് ചിന്തിക്കരുത്. ഏതൊരു വിജയത്തിന്റെ പിന്നിലും ഒത്തിരി കഷ്ടപ്പാടുകൾ കാണും. അതും മറക്കാതിരിക്കുക. ഏതു പരാജയത്തിലും അവിടെ തന്നെ കിടക്കാൻ ശ്രമിക്കാതെ ഉയർന്നു വരാൻ നോക്കുക. ഒത്തിരി തോറ്റ് പരിഹസിക്കപ്പെട്ട് ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസരങ്ങളിലും താൻ ആഗ്രഹിച്ച തൻ്റെ ഒരു വിജയം ഒരു നാൾ തന്നെ തേടിയെത്തും എന്ന് ചിന്തിക്കുന്നവന്റെ മനസ്സും ധൈര്യവും വിജയവും എല്ലാം തന്നെ അവനെ ഒരിക്കൽ താൻ ആഗ്രഹിച്ച സ്ഥാനത്തിൽ എത്തിച്ചിരിക്കും. അതൊരിക്കലും ഒരു ചെറിയ വിജയമായിരിക്കില്ല. ഏത് പരിഹാസത്തിലും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മനോധൈര്യത്തോടെ മുന്നോട്ട്. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.